ചെങ്കോട്ട ഭീകരാക്രമണത്തിന് പിന്നിൽ അതിർത്തികൾക്കപ്പുറത്തുള്ള പങ്കും തെളിയുകയാണ്. അറസ്റ്റിലായ ഭീകരരുടെ വിദേശ ബന്ധങ്ങളിൽ NIA അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഭീകരർക്ക് വിദേശത്തു നിന്നും ബോംബ് നിർമ്മാണ വീഡിയോകളും പണവും ലഭിച്ചിരുന്നതായി NIA കണ്ടെത്തി. കലാപത്തിനായി ഭീകരർക്ക് ഫണ്ടിംഗ് നടന്നതായി കേന്ദ്ര സർക്കാരും വ്യക്തമാക്കി. കശ്മീരിൽ ഭീകരരുടെ താവളം തകർത്ത് സുരക്ഷാ സേന. ഭീകരർക്കുള്ള മറുപടി തുടരുകയാണ്. സമഗ്രമായ വാർത്തയിലേക്ക് വരാം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. വേരുകൾ അതിർത്തിക്കപ്പുറം. ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ അറസ്റ്റിലായ ഭീകരരുടെ വിദേശ ബന്ധങ്ങളിൽ NIA അന്വേഷണം. ഭീകരർക്ക് വിദേശത്തു നിന്നും ബോംബ് നിർമ്മാണ വീഡിയോകൾ ലഭിച്ചിരുന്നതായി NIA. ഡൽഹി കലാപത്തിൽ ഭീകരർക്ക് ഫണ്ടിംഗ് നടന്നതായി കേന്ദ്രം. കശ്മീരിൽ ഭീകരരുടെ താവളം തകർത്ത് സുരക്ഷാ സേന. വൻ ആയുധ ശേഖരം കണ്ടെടുത്തു. ഇനി മുൻ ദേവസ്വം മന്ത്രിയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്തേക്കും. പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര കുറ്റകൃത്യങ്ങൾ. 2019 ദേവസ്വം ബോർഡ് യോഗത്തിൽ ചെമ്പുപാളികൾ എന്ന് പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ എഴുതി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൈമാറാൻ ബോർഡിൽ ആദ്യം നിർദ്ദേശം കൊടുത്തത് പത്മകുമാർ. ഗൂഢാലോചനയിൽ തുടക്കം മുതൽ പങ്കാളിയെന്ന് SIT. പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന. അപ്രതീക്ഷിതം അപകടം. ദുബായ് എയർ ഷോയ്ക്കിടെ ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് തകർന്നു. പൈലറ്റ് നമൻസ്വാളിന് വീരമൃത്യു. ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ച് വ്യോമസേന. അപകടം അൽ മക്തൂം വിമാനത്താവളത്തിനരികെ. അനുശോചിച്ച് പ്രതിരോധ മന്ത്രി. ഇനി അങ്കത്തട്ടിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പത്രികാ സമർപ്പണം അവസാനിച്ചു. സമർപ്പിച്ചത് 1,64,427 പത്രികകൾ. ഏറ്റവും കൂടുതൽ പത്രികകൾ മലപ്പുറത്ത്. കുറവ് വയനാട്ടിൽ. സൂക്ഷ്മ പരിശോധന നാളെ. 6ഇടത്ത് LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല. മുന്നണികൾക്ക് പലയിടത്തും വിമത ഭീഷണി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി ബുധനാഴ്ച പരിഗണിക്കും. G20 ഉച്ചകോടിക്ക് നാളെ തുടക്കം. പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ. കാലാവസ്ഥ, സാമ്പത്തികം, വ്യവസായവൽക്കരണം എന്നിവ ഉച്ചകോടിയിലെ പ്രധാന ചർച്ച. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കില്ല. MR അജിത് കുമാറിനും സർക്കാരിനും ആശ്വാസം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ തുടരന്വേഷണമില്ല. വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. മുൻകൂർ അനുമതി തേടിയ ശേഷം പരാതിക്കാർക്ക് വീണ്ടും കോടതിയെ സമീപിക്കാമെന്ന് നിർദ്ദേശം. മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതി പരാമർശവും റദ്ദാക്കി. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി ജർമ്മനിയിലെ ഹോഫ് ഹെറൻബർഗിൽ. അമ്മയെ ആചാരപരമായി വരവേറ്റ് ഭക്തർ. ആശ്വാസ ജയത്തിനായി ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ടെസ്റ്റ് നാളെ മുതൽ ഗുവാഹത്തിയിൽ. ഇന്ത്യയെ നയിക്കുന്നത് ഋഷഭ് പന്ത്. പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യ. ആഷസ് ടെസ്റ്റിന്റെ ആദ്യ ദിനം വീണത് 19 വിക്കറ്റുകൾ. ആചാരങ്ങൾ പാലിക്കപ്പെടണം. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയേശ്വര ക്ഷേത്രത്തിൽ വൃശ്ചികോത്സവ എഴുന്നള്ളിപ്പിൽ ആചാരലംഘനം. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിക്കുന്ന ചുവന്ന പട്ട് ദേവന്റെ എഴുന്നള്ളിപ്പിൽ തീവട്ടിയിലെ തുണിയായി ഉപയോഗിച്ചെന്ന് പരാതി. ചുവന്ന തുണികൾ നീക്കാനും പുതിയ വെളുത്ത തുണികൾ ഉപയോഗിക്കാനും നിർദ്ദേശിച്ചുവെന്ന് ദേവസ്വം അധികൃതർ. സ്റ്റോറി ഓഫ് ദ ഡേ. അവർ ഒന്നായി. വേദന മറന്ന് പുഞ്ചിരിയോടെ. ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ അറസ്റ്റിലായ ഭീകരരുടെ വിദേശ ബന്ധങ്ങൾ തേടുകയാണ് NIA. ഭീകരർക്ക് വിദേശത്തു നിന്നും ബോംബ് നിർമ്മാണ വീഡിയോകൾ ലഭിച്ചിരിക്കുന്നതായി NIA കണ്ടെത്തിയിട്ടുണ്ട്. ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ഷഹീൻ സയ്യിദ് ഉണ്ടായിരുന്ന ഉത്തർപ്രദേശിലെ കാൺപൂരിൽ കൂടുതൽ അന്വേഷണവും ആരംഭിച്ചു. അതിനിടെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികളും സുരക്ഷയും കർശനമാക്കാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് നിർദ്ദേശം നൽകി. ചെങ്കോട്ട ഭീകരാക്രമണത്തിന് ശേഷം കിട്ടിയ നിർണായക വിവരങ്ങൾ അനുസരിച്ചാണ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. കേസിൽ ഇതുവരെ 6 പേരെയാണ് NIA അറസ്റ്റ് ചെയ്തത്.
ഭീകരസംഘത്തിലെ ഡോക്ടർ മുസമ്മലിന് വിദേശത്തുള്ള ഒരാൾ 42 ബോംബ് നിർമ്മാണ വീഡിയോകൾ അയച്ചു നൽകിയതായി NIA കണ്ടെത്തി. വിദേശത്തുള്ള ഹൻസുള്ള, നിസാർ, ഉകാസ എന്നിവരുടെ പങ്ക് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഇത് ഇവരുടെ വ്യാജ പേരുകളോ കോഡ് നാമമോ ആയിരിക്കാമെന്നും നിഗമനമുണ്ട്. 2020 മുതൽ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലുണ്ടായ സ്ഫോടനങ്ങളുമായി ചെങ്കോട്ട സ്ഫോടനത്തിന് ബന്ധമുണ്ടോയെന്നും NIA പരിശോധിക്കുന്നുണ്ട്. ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസിനെ തുടർന്ന് രാജ്യം വിട്ട ഭീകരൻ മുഹമ്മദ് ഷാഹിൽ ഫൈസലാണ് ഉകാസ എന്നാണ് പ്രാഥമിക നിഗമനം. ഇയാളാണ് രാമേശ്വരം കഫേ സ്ഫോടന പരമ്പരയ്ക്ക് നിർദ്ദേശം നൽകിയത് എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഇതേ ഫൈസൽ തന്നെയാണ് ഡൽഹിയിലും ഡോക്ടർമാരെ നിയന്ത്രിച്ചിരുന്നത് എന്നാണ് വിലയിരുത്തുന്നത്. അതേസമയം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഷഹീർ സെയ്ദ് ഉണ്ടായിരുന്ന ഉത്തർപ്രദേശിലെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാൺപൂർ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ്. അതിനിടെ ഡൽഹിയിൽ സുരക്ഷയും ജാഗ്രതയും ശക്തമാക്കാൻ ഡൽഹി ചീഫ് സെക്രട്ടറിക്കും ഡൽഹി പോലീസ് കമ്മീഷണർക്കും ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നിർദ്ദേശം നൽകി. കൂടുതൽ അളവിൽ അമോണിയം നൈട്രേറ്റ് വാങ്ങുന്നവരുടെയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് മെഡിക്കൽ യോഗ്യത നേടുന്നവരുടെയും വിവരങ്ങൾ പോലീസ് സൂക്ഷിക്കണം. സെക്കൻഡ് ഹാൻഡ് വാഹന വിൽപ്പനയിൽ ജാഗ്രത പുലർത്തണം തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. വാഹനത്തിന്റെ യഥാർത്ഥ ഉടമയും രജിസ്റ്റേർഡ് ഉടമയും 2 പേർ ആകാൻ പാടില്ലെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഈ അറസ്റ്റിലായവരെ ഭീകരർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും പാക് അധീന കശ്മീരിൽ നിന്നും ഫോൺ കോളുകൾ എത്തിയതായും അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി അതിന്റെ ഉറവിടം, വേരുകൾ എങ്ങോട്ടൊക്കെ, അതാണ് ഇനി അറിയേണ്ടത്. എന്നാൽ ഡൽഹി കലാപത്തിൽ കടുത്ത ആരോപണവുമായി കേന്ദ്രവും രംഗത്തെത്തി. കലാപത്തിനായി ഭീകരരുടെ ഫണ്ടിംഗ് നടന്നതായി കേന്ദ്രം സ്ഥിരീകരിക്കുന്നു. പ്രതികൾക്ക് ഇതിനായി പണം ലഭിച്ചു. താഹിർ ഹുസൈൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഇതിനായി 1 കോടി രൂപയിലധികം എത്തിയിട്ടുണ്ട്. ഡൽഹി പോലീസിന്റെ വാദം പൂർത്തിയായി. ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം എന്നിവരുടെ ജാമ്യ ഹർജി വിധി പറയാനായി മാറ്റി. ജമ്മു കശ്മീരിലെ കുപ്വാര ജില്ലയിലെ ഹന്ദ്വാര നൌഗാം സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം തീവ്രവാദികളുടെ ഒളിത്താവളം സുരക്ഷാ സേന തകർത്തു. വൻ ആയുധശേഖരം കണ്ടെടുത്തു. രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹന്ദ്വാര പോലീസും നൌഗം ബ്രിഗേഡും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത്. വിദേശ നിർമ്മിത തോക്കുകളും വെടിയുണ്ടകളും പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്തവയിൽ 2 ചൈനീസ് പിസ്റ്റളുകളും 2 ഹാൻഡ് ഗ്രനേഡുകളും എന്നിവയും ഉൾപ്പെടുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതുവരെ അറസ്റ്റിലായത് 6 പേരാണ്. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് സൂചന. അതേസമയം സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രകൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന പത്മകുമാറാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ഗൂഢാലോചനയ്ക്ക് തുടക്കമിട്ടത് ആ കാലയളവിൽ ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ ആണെന്ന് റിമാൻഡ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നൽകാൻ ബോർഡ് യോഗത്തിൽ നിർദ്ദേശം മുന്നോട്ട് വച്ചത് പത്മകുമാർ ആയിരുന്നു. 2019 ഫെബ്രുവരി മുതൽ ഇതിനുവേണ്ടിയുള്ള രേഖകൾ തയ്യാറാക്കാനുള്ള നീക്കങ്ങൾ പത്മകുമാർ ആരംഭിച്ചിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ കൊണ്ട് ഇക്കാര്യം എഴുതി നൽകാൻ പത്മകുമാർ ഇടപെട്ടു. 2019 മാർച്ചിൽ ചേർന്ന ബോർഡ് യോഗത്തിൽ പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ ചെമ്പുപാളികൾ എന്നെഴുതിയ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതാണ് അന്വേഷണത്തിൽ ശക്തമായ തെളിവായി മാറിയത്. ശബരിമലയിലെ മരാമത്ത് നടപടിക്രമങ്ങൾ ലംഘിച്ചാണ് പോറ്റിക്ക് വഴിവിട്ട സഹായം പത്മകുമാർ നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. തിങ്കളാഴ്ച അന്വേഷണ സംഘം പത്മകുമാറിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകും. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ പേർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്തും. ഗൂഢാലോചന നടന്ന സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഉടൻ തന്നെ മുൻ മന്ത്രിക്കും ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകും. 2 ദേവസ്വം മുൻ പ്രസിഡന്റുമാർ മാത്രമാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നതർ എന്നതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ സ്വർണ്ണക്കൊള്ള ആസൂത്രണം ചെയ്തത് പത്മകുമാർ ആണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതിനപ്പുറത്തേക്ക് കൂടുതൽ ഉന്നതർക്ക് ആസൂത്രണത്തിൽ പങ്കുണ്ടോ എന്ന് കൂടുതൽ രേഖകളും മൊഴികളും പരിശോധിച്ച ശേഷം വ്യക്തത വരുത്താനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പത്മകുമാറിന്റെ മൊഴി നിർണായകമാണ്. പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ ഇനി ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. മുൻ ദേവസ്വം മന്ത്രിയുടെ നേരത്തെ ഉണ്ടായിരുന്ന പ്രതികരണം കണ്ടതുമാണ്. സ്വർണ്ണപ്പാളി ഇളക്കുന്നത് അവരുടെ കാര്യം, പൂശുന്നത് അവരുടെ കാര്യം, അത് ദേവസ്വം മന്ത്രി അറിയേണ്ടതില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. ഇത് തന്നെ ഈ മൊഴിയെടുക്കുന്നതിലും അല്ലെങ്കിൽ ചോദ്യം ചെയ്യുമ്പോഴും ഇത് തന്നെ പറയണം എന്നതാണ്
പ്രത്യേകം പറയാനുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പത്തനംതിട്ട ആറന്മുളയിലെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതിനിടെ പരിശോധന നടത്തി. സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘമാണ് 2 വാഹനങ്ങളിലായി പരിശോധനയ്ക്ക് എത്തിയത്. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഇന്ന് പരിശോധിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തുടക്കത്തിലെ CPM അന്വേഷണത്തെ സ്വാഗതം ചെയ്തതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അന്വേഷണത്തിലും അറസ്റ്റിലും രാഷ്ട്രീയ നിലപാട് CPMനില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഹൈക്കോടതിയിലും SITയിലും വിശ്വാസമില്ലാത്ത പ്രതിപക്ഷത്തിന് BJP നിയന്ത്രിക്കുന്ന CBIയിലാണോ വിശ്വാസമെന്നും മന്ത്രി P രാജീവും ചോദിച്ചു. ഞങ്ങളങ്ങ് പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ SIT അന്വേഷണം എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ സ്വാഗതം ചെയ്തു. അറസ്റ്റ് ഉണ്ടായപ്പോൾ അതിനെ ശക്തിയായി പിന്തുണച്ചു. അതാണ് CPIഎമ്മും LDFും ചെയ്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട നിലപാട്. ഹൈക്കോടതിയുടെ അന്വേഷണം മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക ടീം അന്വേഷിക്കുകയാണ്. ആ ടീമും വന്നു കഴിഞ്ഞു. അത് നിങ്ങൾ അംഗീകരിക്കണം. ഞങ്ങൾ ആ അന്വേഷണത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. ഹൈക്കോടതി വിശ്വാസമില്ല, ഞങ്ങൾക്ക് CBI ആണ് വിശ്വാസം എന്ന് പറഞ്ഞിട്ടാണ് ഈ അന്വേഷണ സംവിധാനത്തെ വിശ്വാസമില്ലാതെയാണ് നിയമസഭ തുടർച്ചയായിട്ട് ബഹിഷ്കരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു ഫയലോ ഒരു ഈച്ചയോ നീങ്ങാൻ പിണറായി വിജയൻ്റെ അനുവാദമില്ലാണ്ട് ചെയ്യാൻ പറ്റുമോ? അത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ബാക്കിംഗ് ഉണ്ട്, രാഷ്ട്രീയ ബാക്കിംഗ് ഉണ്ടെന്ന് ഞാൻ ആദ്യം മുതൽ പറയുന്ന ഞങ്ങളുടെ പാർട്ടി. ഇത് സർക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട്. സർക്കാരിൽ മന്ത്രിമാരാണോ മുഖ്യമന്ത്രിയാണോ ആരെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്. ദുബായ് എയർ ഷോ പ്രകടനത്തിൽ ഇന്നുണ്ടായത് ദാരുണ സംഭവമാണ്. പ്രകടനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണു. പൈലറ്റിന് വീരമൃത്യു. ദുബായ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് അരികെയാണ് അപകടമുണ്ടായത്. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2:10 വിമാനം തകർന്നു വീണത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനമാണ് ദുബായിൽ തകർന്നു വീണത്. സംഘമായുള്ള പ്രകടനത്തിന് ശേഷം ഒറ്റയ്ക്കുള്ള പ്രകടനം നടത്തുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. മുകളിലേക്ക് ഉയർന്നു പറന്ന് കരണം മറിഞ്ഞ ശേഷം നേരെ താഴേക്ക് പതിക്കുകയായിരുന്നു. വിമാനത്താവളത്തിനടുത്തുള്ള ക്രാഷ് സൈറ്റിൽ നിന്ന് കട്ടിയുള്ള കറുത്ത പുക ഉയർന്നത് കണ്ട് ഷോ കാണാൻ തടിച്ചുകൂടിയവർ പരിഭ്രാന്തിയിലുമായി. ദുബായ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനരികെയാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. അപകടത്തെ തുടർന്ന് ദുബായ് എയർ ഷോ നിർത്തിവെച്ചു. ദുബായ് എയർ ഷോ 2025 IAFന്റെ പ്രകടനമാണ് അവസാന ദിവസമായ ഇന്ന് നടന്നത്. ദുബായ് എയർ ഷോയിൽ കാഴ്ചക്കാർക്കായി തുറന്നിരുന്ന തേജസ് യുദ്ധവിമാനത്തിന്റെ പ്രദർശനവും നിർത്തിവെച്ചു. അഭ്യാസ പ്രകടനം നടത്തിയ വിമാനത്തിന് പുറമെ കാഴ്ചക്കാർക്കായി ഗ്രൗണ്ടിൽ മറ്റൊരു വിമാനം കൂടി ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ സുലൂർ വ്യോമത്താവളത്തിൽ നിന്നാണ് വിമാനം UAEയിൽ എത്തിയിരുന്നത്. വീഴ്ചയ്ക്ക് മുമ്പ് പൈലറ്റിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. പൈലറ്റ് വീരമൃത്യു വരിച്ചത് ഇന്ത്യൻ വ്യോമസേന സ്ഥിരീകരിച്ചു. ഹിന്ദുസ്ഥാൻ ഡെവലപ്മെന്റ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം 2016 ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറിയത്. പോരാട്ടശേഷി വർദ്ധിപ്പിക്കുന്നതിന് HLLന്റെ മേൽനോട്ടത്തിൽ പുറത്തിറക്കിയ ഏറ്റവും നൂതനമായ ഒരു പതിപ്പാണ് ഈ വിമാനം. 2 വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കുന്ന വ്യോമയാന മേഖലയിലെ ആഗോള പ്രശസ്തമായ ദുബായ് എയർ ഷോ നവംബർ 17 ആരംഭിച്ചത്. മേളയിൽ ഇത്തവണ 1500-ലേറെ പ്രമുഖ കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രദർശനമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ത്യൻ നിർമ്മിത HAL തേജസ് വിമാനം ഇതാദ്യമായാണ് അപകടത്തിൽപ്പെടുന്നത്. അപകടത്തെ തുടർന്ന് വലിയ ജനക്കൂട്ടം പരിഭ്രാന്തരായിരുന്നു. സ്ഥലത്തു നിന്നും കാണികൾ മൊബൈലിൽ ചിത്രീകരിച്ച വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണവും ഇന്ന് പൂർത്തിയായി. 1.5 ലക്ഷത്തിലേറെ പത്രികകളാണ് സമർപ്പിച്ചത്. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. സമർപ്പിച്ചത് 1,64,427 പത്രികകളാണ്. ഏറ്റവും കൂടുതൽ പത്രികകൾ മലപ്പുറത്താണ്, കുറവ് വയനാട്ടിലും.
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പത്രികകളുടെ സമർപ്പണം പൂർത്തിയായപ്പോൾ കണ്ണൂർ ജില്ലയിലെ 6 വാർഡുകളിൽ LDFന് എതിരില്ല. ആന്തൂർ നഗരസഭയിലെ 2 വാർഡുകളിലും മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡുകളിലും കണ്ണപുരം പഞ്ചായത്തിലെ 2 വാർഡുകളിലുമാണ് CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതോടെ ആദ്യ വിജയം LDFനായി. ഇത്തവണ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ സ്ത്രീകളാണ്. ആകെ 87,201 സ്ത്രീകളും 77,223 പുരുഷന്മാരുമാണ് മത്സരിക്കുന്നത്. സംസ്ഥാനത്ത് ഇക്കുറി 3 വാർഡുകളിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരാണ് സ്ഥാനാർത്ഥികൾ. 3 പേരും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെയാണ് മത്സരിക്കുന്നത്. 19,959 പേർ മത്സരിക്കുന്ന മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളും 5,227 പേർ മത്സരിക്കുന്ന വയനാട് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുമാണുള്ളത്. ശനിയാഴ്ചയാണ് സൂക്ഷ്മ പരിശോധന. തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാം. സൂക്ഷ്മ പരിശോധന കൂടി അവസാനിക്കുന്നതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചിത്രം തെളിയും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുക. 13-നാണ് വോട്ടെണ്ണൽ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വയനാട്ടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണമൊക്കെ പൂർത്തിയായതോടെ കോൺഗ്രസിന് തലവേദനയായി മാറുകയാണ് വിമത സ്ഥാനാർത്ഥികൾ. ജില്ലാ പഞ്ചായത്ത് തോമാട്ടുചാൽ ഡിവിഷനിൽ വിമത സ്ഥാനാർത്ഥിയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ പത്രിക നൽകി. പാർട്ടി തെറ്റ് തിരുത്തിയില്ല എങ്കിൽ ജനവിധിയിലൂടെ തിരുത്തിക്കുമെന്ന് ജഷീർ പള്ളിവയൽ പ്രതികരിച്ചു. റിപ്പോർട്ടിലേക്ക്. തർക്കങ്ങൾ പരിഹരിച്ച് കോൺഗ്രസ് ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വിമതർ നാമനിർദ്ദേശ പത്രിക നൽകിയത് കോൺഗ്രസിന് തലവേദനയായി മാറി. ജില്ലാ പഞ്ചായത്ത് തോമാട്ടുചാൽ ഡിവിഷനിൽ വിമത സ്ഥാനാർത്ഥിയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ നാമനിർദ്ദേശ പത്രിക നൽകി. നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പമെത്തിയാണ് പത്രിക നൽകിയത്. അതായത് പാർട്ടി സ്വാഭാവികമായും എൻ്റെ പേരുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ പേരിന് വിശ്വാസത്തിലാണല്ലോ നമ്മൾ മറ്റുള്ള മേഖലയിലേക്ക് പോകാൻ തയ്യാറാകാതെ അവിടെ അവരുടെ ഫോൺ കോളോ അല്ലെങ്കിൽ അത്തരത്തിൽ ലിസ്റ്റുമായി കാതോർക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പോയത്. സ്വാഭാവികം പാർട്ടിക്ക് തിരുത്താലോ. പാർട്ടി തിരുത്തിയിട്ടില്ലെങ്കിൽ പാർട്ടിയെ തിരുത്താനുള്ള ഒരു വിധിയാണ് ജനവിധി. ആ ജനവിധിയിൽ മത്സരമായിട്ട് ആ ജനവിധിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. അത് പാർട്ടിക്ക് ക്ഷീണമാകാതിരിക്കണം. എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ പ്രവർത്തനത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ വയനാട്ടിൽ മാത്രമല്ല കേരളത്തിനുടനീളമുണ്ട്. അവർ തെറ്റിദ്ധരിക്കപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ വൈകാരികമായി സംസാരിച്ചത്. നെന്മേനി പഞ്ചായത്തിലെ 4 വാർഡുകളിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലാണ് മത്സരം. പനമരം ബ്ലോക്കിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർക്കെതിരെ മുൻ കണിയാമ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് വിനു ജേക്കബ് മത്സരിക്കുന്നുണ്ട്. മുള്ളംകൊല്ലിയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് കണ്ടന്തുരുത്തിയും വിമതനായി രംഗത്തുണ്ട്. അതോടൊപ്പം സ്ഥാനാർത്ഥികളിൽ മുസ്ലിം പ്രാതിനിധ്യമില്ലെന്ന സമസ്തയുടെ ആരോപണവും കോൺഗ്രസിന് വെല്ലുവിളിയാണ്. അമൃത ന്യൂസ്, വയനാട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കാസർഗോഡും രക്ഷയില്ല. പടന്നയിൽ മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി മുഴുവൻ രാജിവെച്ചു. മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള അതൃപ്തിയെ തുടർന്നാണ് നടപടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിച്ചില്ല എന്നതാണ് പ്രധാന ആരോപണം. പടന്ന പഞ്ചായത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട UDFിലെ തർക്കം രൂക്ഷമായതോടെയാണ് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് പരിഗണിച്ചിരുന്നില്ല. ലീഗിന് സ്വാധീനമുള്ള വാർഡ് കോൺഗ്രസിന് നൽകിയതിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ പരസ്യമായി പ്രതിഷേധമുയർത്തി ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ നേതാക്കളെ 2 ദിവസം മുൻപ് ഉപരോധിച്ചിരുന്നു. വർഷങ്ങളായി പടന്ന ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളും ടൗൺ ക്ലബിലെ യുവാക്കളും ഉപയോഗിക്കുന്ന പടന്ന മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മൈതാനത്ത് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകരിൽ നിന്നുണ്ടായ എതിർപ്പ് പരിഗണിച്ചില്ല. പടന്ന പഞ്ചായത്തിലെ 6 വാർഡുകളിൽ ലീഗ് പ്രവർത്തകരെ പരിഗണിക്കാതെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചുവെന്നും വിമർശനമുണ്ട്. പ്രതിഷേധമുയർത്തിയതിന് പിന്നാലെ യൂത്ത് ലീഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത് ശരിയായ രീതിയിലല്ലെന്നും കമ്മിറ്റിക്ക് വിശ്വാസ്യത ഇല്ലെന്നും വിമർശനമുയർത്തി ചില മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തി. ഇതേ തുടർന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഖമറുദ്ദീൻ, ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി, ട്രഷറർ ജലീൽ ഓരിമുക്ക് തുടങ്ങിയവരാണ് രാജിവെച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് കമ്മിറ്റിക്കെതിരെ വിമർശനവും ആക്ഷേപവും ഉയർത്തിയ സാഹചര്യത്തിൽ കമ്മിറ്റി ഒരുമിച്ച് രാജിവെക്കുന്നുവെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് നൽകിയ കത്തിൽ പറയുന്നത്. നവംബർ 2-ന് ചേർന്ന കൺവെൻഷനിൽ തെരഞ്ഞെടുത്ത കമ്മിറ്റിയാണ് ലീഗ് നേതൃത്വവുമായുള്ള തർക്കത്തെ തുടർന്ന് ഒരുമിച്ച് രാജിവെച്ചത്. അമൃത ന്യൂസ്, കാസർഗോഡ്.
വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം പ്രാതിനിധ്യമില്ലെന്ന പരസ്യ വിമർശനവുമായി സമസ്തയും ഇന്ന് രംഗത്തെത്തി. മുസ്ലിങ്ങളെ മതേതര കോൺഗ്രസ് രണ്ടാം തരം പൗരന്മാരാക്കിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നേതാക്കൾ വിമർശനമുയർത്തിയത്. മുസ്ലിം സമുദായത്തെ പൂർണ്ണമായും അവഗണിച്ചതിൽ കോൺഗ്രസ് വില കൊടുക്കേണ്ടി വരുമെന്നും സമസ്ത വ്യക്തമാക്കുന്നു. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നതോടെ രൂക്ഷ വിമർശനമാണ് സമസ്ത ഉന്നയിക്കുന്നത്. മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാൾക്ക് പോലും ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് നൽകിയില്ല. 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ 2 പേർ മാത്രമാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് പരിഗണിച്ചത്. മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകിയില്ലെന്ന് വിമർശനമുന്നയിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി SYS നേതാക്കൾ രംഗത്ത് വന്നു. മുസ്ലിങ്ങളെ മതേതര കോൺഗ്രസ് രണ്ടാം തരം പൗരന്മാരാക്കിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലെ വിമർശനം. ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ മൗലവി, സെക്രട്ടറി ദാരിമി വയനാട് എന്നിവരാണ് നവമാധ്യമങ്ങളിൽ പ്രതികരിച്ചത്. അതേസമയം പരസ്യ പ്രതിഷേധവുമായി സമസ്തയ്ക്ക് കീഴിലുള്ള സുന്നി യുവജന സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഫൈസി പേരാലും രംഗത്ത് വന്നു. വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളെപ്പോലും ഏറ്റവും വലിയ മതേതര പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി നിർണയിച്ചില്ല എന്നുള്ളത് ഏറെ വേദനാജനകമാണ്. 4 ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള വയനാട്ടിൽ കേവലം 2 ആളുകളെ മാത്രമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിർണയിച്ചിരിക്കുന്നത്. മുമ്പൊരിക്കൽ ഈ ഒരാവശ്യവുമായി കൊണ്ട് അന്നത്തെ ജില്ലാ നേതൃത്വത്തെ സമീപിച്ചപ്പോഴുണ്ടായ പ്രതികരണം ഏറെ ധിക്കാരപരമായിരുന്നു. അന്നത്തെ നേതൃത്വം പറഞ്ഞത് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിനും നിർത്തുന്നതിനും മുസ്ലിം ലീഗ് ഉണ്ട്, അത് അവിടെ പറഞ്ഞാൽ മതി എന്നായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ മതേതര പാർട്ടികളിൽ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വയനാട് ജില്ലയിൽ ഏകപക്ഷീയമായ രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങൾക്കുള്ള പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. സീറ്റുകൾ കോൺഗ്രസ് മുസ്ലിം ലീഗിന് തൂക്കിവിറ്റതായി മുതിർന്ന നേതാവ് ഗോകുൽദാസ് പരസ്യ വിമർശനം നടത്തിയതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ മകനും KSU ജില്ലാ പ്രസിഡന്റുമായ ഗൗതം ഗോകുൽദാസിന് ജില്ലാ പഞ്ചായത്ത് മീനങ്ങാടി ഡിവിഷനിൽ സീറ്റ് ലഭിച്ചുവെന്നും സംസ്ഥാന നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം സമസ്തയുടെ ആരോപണത്തിൽ കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അമൃത ന്യൂസ്, വയനാട്. കോഴിക്കോട് തിരുവമ്പാടിയിൽ UDFന് റിബൽ സ്ഥാനാർത്ഥി. ഔദ്യോഗിക UDF സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ജിതിൻ പല്ലാട്ടാണ് റിബൽ സ്ഥാനാർത്ഥിയാകുന്നത്. ടോമി കൊന്നക്കലാണ് UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സംസ്ഥാനത്തിന്റെ ആശങ്ക തുടരുന്നതിനിടെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി ബുധനാഴ്ച പരിഗണിക്കും. ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നോട്ടീസ് അയച്ചു. അതേസമയം നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഇന്ന് ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ചില്ല. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് SIR നടപടികൾക്കെതിരായ ഹർജികൾ പരിഗണിച്ചത്. കേരളം, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ SIR ഹർജികളാണ് ബെഞ്ചിന് മുന്നിലെത്തിയത്. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഹർജികൾ വേഗത്തിൽ പരിഗണിക്കണമെന്ന് സംസ്ഥാന സർക്കാർ അഭിഭാഷകർ ആവശ്യപ്പെട്ടു. ഇതോടെയാണ് 26-ന് ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത്. ഹർജിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ SIR നടപടികളിലും കമ്മീഷന് നോട്ടീസുണ്ട്. നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഇന്ന് ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ചില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേട്ടതിന് ശേഷം മാത്രമേ ഒരു ഇടക്കാല ഉത്തരവ് പാസ്സാക്കാൻ പറ്റുള്ളൂ എന്ന കോടതി പറഞ്ഞത്. മാത്രമല്ല, കേരള കേസുകളും മറ്റുള്ള കേസുകളുമായിട്ട് വ്യത്യാസമുണ്ടെന്നും ഇന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് കേരള കേസുകൾ മാത്രമാണ് 26-ന് പരിഗണിക്കുകയുള്ളൂ, ബാക്കിയുള്ള കേസുകളെല്ലാം ഡിസംബർ 1-ാമത്തെ ആഴ്ചയെ പരിഗണിക്കുകയുള്ളൂ എന്നും കോടതി പറഞ്ഞു. അപ്പോൾ കേരളത്തിന്റെ കേസ് ഒരു വേറിട്ട കേസാണ്, വ്യത്യസ്ത കേസാണ് എന്നുള്ളതും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഹാജരാവാത്തത് കൊണ്ട് ഇടക്കാല ഉത്തരവുകൾ ഇന്ന് പാസ്സാക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം, അതായത് ഏറ്റവും അടുത്ത ദിവസം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് 26-ാം തീയതിക്ക് വെച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് പുറമെ CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPI പാർട്ടികളാണ് SIR-നെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിനിടെ SIR നടത്തുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കേരളത്തിന്റെ വാദം. അതേസമയം SIR നടപടികൾ നിർത്തിവെക്കണമെന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം. SIR ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് പാർട്ടികളുടെ ഹർജികളിലെ വാദം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ SIR നടപ്പിലാക്കുന്നത് അപ്രായോഗികമാണെന്ന് സർക്കാർ കോടതിയെ അറിയിക്കുമെന്ന് മന്ത്രി P. രാജീവ്. കപിൽ സിബലാണ് കേരളത്തിന്റെ അഭിഭാഷകൻ. ഭരണപരമായ പ്രശ്നങ്ങളാണ് കോടതിക്ക് മുൻപാകെ ഉന്നയിച്ചിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. SIR-ൽ സംസ്ഥാനത്തിൻ്റെ ഹർജിയാണ് 26-ന് വീണ്ടും പരിഗണിക്കുന്നത്.
SIR ഈ സന്ദർഭത്തിൽ ഒട്ടും പ്രായോഗികമല്ല എന്ന ഭരണപരമായ പ്രശ്നമാണ് സർക്കാർ പ്രധാനമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ SIRൽ ഹർജി ഫയൽ ചെയ്തിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏക സംസ്ഥാന സർക്കാർ കേരളത്തിൻ്റേതാണ്. മറ്റ് സർക്കാരുകളുടെ ഒന്നും തന്നെ ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുൻപിലില്ല. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കയിലെത്തി. കാലാവസ്ഥ, ധനസഹായം, കടാശ്വാസം, സാമ്പത്തിക വളർച്ച, വ്യവസായവൽക്കരണം എന്നിവയാണ് ഉച്ചകോടിയുടെ പ്രധാന അജണ്ടയാകുന്നത്. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല. 3 ദിവസത്തെ സന്ദർശനത്തിനായി ദക്ഷിണാഫ്രിക്കയിലെ ജോഹാനസ്ബർഗിലെത്തിയ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ഒരുക്കിയത്. പരമ്പരാഗത രീതിയിലാണ് മോദിയെ വരവേറ്റത്. തിരുവാതിര അടക്കമുള്ള ഇന്ത്യൻ കലാരൂപങ്ങളും ഒരുക്കിയിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന ആദ്യ G20 ഉച്ചകോടിയാണിത്. ആഗോളതലത്തിലെ പ്രധാന വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള വേദിയാണ് G20 ഉച്ചകോടി. കാലാവസ്ഥാ ധനസഹായം, കടാശ്വാസം, സാമ്പത്തിക വളർച്ച, വ്യവസായവൽക്കരണം എന്നിവയാണ് ഉച്ചകോടിയുടെ പ്രധാന അജണ്ട. ആഗോള വിഷയങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ അവതരിപ്പിക്കും. പ്രതിരോധം, സമ്പദ് വ്യവസ്ഥ, വ്യാപാരം, വികസനം, ധനസഹായം എന്നിവയെക്കുറിച്ച് ഉച്ചകോടിയിൽ മോദി വിശദീകരിക്കും. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടായ വസുദൈവ കുടുംബകത്തെക്കുറിച്ച് ഉച്ചകോടിയിൽ അവതരിപ്പിക്കുമെന്ന് യാത്ര പുറപ്പെടുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി പറഞ്ഞു. സഹകരണം ശക്തിപ്പെടുത്തുന്നതിലും വികസനത്തിന് മുൻഗണന നൽകുന്നതിലും കൂടുതൽ ചർച്ച നടത്തുമെന്നും മോദി വ്യക്തമാക്കി. G20 ഉച്ചകോടിയുടെ ഭാഗമായി ജോഹാനസ്ബർഗിലെത്തിയ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഉച്ചകോടിയോടനുബന്ധിച്ച് നടക്കുന്ന ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക നേതാക്കളുടെ യോഗത്തിലും മോദി പങ്കെടുക്കും. സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദക്ഷിണാഫ്രിക്കയിലെ 4ാമത്തെ ഔദ്യോഗിക സന്ദർശനമാണിത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. MR അജിത് കുമാറിന് ആശ്വാസം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തുടരന്വേഷണമില്ല. വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. ഉത്തരവ് സർക്കാർ നൽകിയ അപ്പീലിലാണ്. പ്രോസിക്യൂഷൻ അനുമതി നേടിയ ശേഷം പരാതിക്കാർക്ക് മുന്നോട്ട് പോകാമെന്നും കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതി പരാമർശവും റദ്ദാക്കിയിട്ടുണ്ട്. MR അജിത് കുമാറിനും സർക്കാരിനും ഏറെ ആശ്വാസം പകരുന്നതാണ് ഈ കോടതി ഉത്തരവ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ക്ലീൻ ചിറ്റ് ഒഴിവാക്കി തുടരന്വേഷണം നിർദ്ദേശിച്ച വിജിലൻസ് കോടതി ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. സർക്കാരിൽ നിന്നും മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതി വാങ്ങിയില്ല എന്ന സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഉത്തരവ്. പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥരെതിരെ അന്വേഷണം നൽകി കുറ്റപത്രം സമർപ്പിച്ചാൽ കുറ്റം തെളിഞ്ഞാൽ പോലും പ്രതിയെ കോടതിക്ക് ശിക്ഷിക്കാനാവില്ല. ക്രിമിനൽ നടപടിച്ചട്ടം 197 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 218 വകുപ്പുകൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന സംരക്ഷണ കവചമാണ് പ്രോസിക്യൂഷൻ അനുമതി. ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. അനുമതിക്ക് അപേക്ഷ നൽകിയാൽ 120 ദിവസത്തിനകം സർക്കാരിന് അപേക്ഷ അനുവദിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. INTUC നേതാവ് ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBI നൽകിയ അപേക്ഷ 3 പ്രാവശ്യം നിരസിച്ച ഇടതുപക്ഷ സർക്കാരിനെ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. സർക്കാരിന്റെ പ്രിയപ്പെട്ടവനായ ADGP അജിത് കുമാറിനെതിരെയുള്ള അപേക്ഷയിലും മറിച്ചൊരു തീരുമാനം ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പരാതിക്കാരന് പ്രോസിക്യൂഷൻ അനുമതിക്കായി സർക്കാരിനെ സമീപിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണെന്നും ക്ലീൻ ചിറ്റ് ഉത്തരവ് പരിശോധിച്ച് നിർദ്ദേശം നൽകുവാൻ മുഖ്യമന്ത്രിക്ക് എന്ത് അധികാരമാണുള്ളതെന്നും തുടരന്വേഷണം നിർദ്ദേശിച്ച ഉത്തരവിൽ വിജിലൻസ് കോടതി പറഞ്ഞിരുന്നു. ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങളും നീക്കം ചെയ്തു. ഒരു MLAയുടെ പത്രസമ്മേളനത്തിൽ ഉയർത്തിയ വെറും ആരോപണങ്ങളും മാത്രമാണ് തനിക്കെതിരെയുള്ള കേസിന് ആധാരമെന്ന് ADGP അജിത് കുമാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.